നല്ല വൈബാണ് കേട്ടോ അല്ലേ. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകലാന്ന്, കുറച്ച് നടക്കാനുണ്ട്. ഇപ്പം മാളിലൊന്നും കയറേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇഫ്താറായതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമുക്ക് ഡയറക്റ്റ് പള്ളിയിലോട്ട് കയറാം. നിങ്ങൾ യു എയിലുള്ളവരാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട കേട്ടോ, നേരെ ഇങ്ങോട്ട് വന്നോളി. അതുപോലെ മനോഹരമായ ഒരു പ്ലേസാണ് കേട്ടോ ഗ്രാൻഡ് മോസ്കോ. ഇവിടുത്തെ കാണേണ്ട ഒരു മെയിൻ ടൂറിസ്റ്റ് ഏരിയ തന്നെയാണിത്. അങ്ങനെ ഞങ്ങൾ ഗ്രാൻഡ് മോസ്കോയിൽ എത്തി കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ നോമ്പ് കാലത്ത് ഞങ്ങൾ രണ്ടാളെ ആഗ്രഹമായിരുന്നു കേട്ടോ ഗ്രാൻഡ് മോസ്കോയിൽ വന്ന് നോമ്പ് തുറക്കണമെന്ന്. ഇപ്പോൾ എത്തിയിട്ടേ ഇല്ലു, ഏകദേശം 5:30 ഇനി എന്താവും അറിയില്ല. അത്യാവശ്യം നല്ല റഷുണ്ട് കേട്ടോ, റഷുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കൂടെ ആരിസ് ഭായി ആണ് കേട്ടോ, നമ്മുടെ പാച്ചി ഭായി, ആൾ മലപ്പുറത്താണ്. അപ്പോൾ എന്താ പറയുക എൻ്റെ നോമ്പായിട്ട് എന്താണ് നിങ്ങളുടെ വീട്ടുകാരൊക്കെ കാണുമ്പോൾ എന്താണ് ഉള്ളിലെ കാഴ്ചകളൊക്കെ അവർ കാണിച്ചു കൊടുക്കാനാണ്. അതന്നെ എടാ, നല്ല സീനറിയാണ് കണ്ട, പള്ളിയൊക്കെ കാണുന്നില്ലേ. ഇത് ഗ്രാൻഡ് മോസ്കോയുടെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല മനോഹരമാണ് ഇവിടുത്തെ ഈ പള്ളി കേട്ടോ. അത്രക്കും വലിപ്പമുണ്ട് കേട്ടോ, കാണാൻ ഒരുപാടുണ്ട്. കാണാൻ നടന്ന് കാണാൻ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഔട്ട് സൈഡ് ആണെങ്കിൽ വലിയ മാളും ഉണ്ട് കേട്ടോ. പാച്ചി ഭായി, നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോയല്ല കേട്ടോ. ഈ തിരക്കൊക്കെ കണ്ടിട്ട് ഒന്നും കിട്ടുമെന്ന് തോന്നില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്നാ? അത്രക്കും ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നോക്കാം. പക്ഷെ നല്ല രസമുണ്ടല്ലേ വൈകിട്ട്. ബാക്കിലൊരു വണ്ടി വരുന്നുണ്ട്. ബസ്സാണോ വണ്ടിയാണോ? ഓക്കെ, അത് ഫ്രീ ആണ് കേട്ടോ തികച്ചും. ഇവിടുത്തെ ഈ തിരക്ക് കണ്ടപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നമുക്ക് വല്ലതും കിട്ടുമോ എന്ന്. കാരണം നമുക്കറിയില്ലല്ലോ ഇവിടുത്തെ. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇല്ല, ഇവിടുത്തെ ഈ ഇത് കണ്ടോ, ഇത് ഒരാൾക്കുള്ള ഒരു കിറ്റാണ് കേട്ടോ. ഇതുപോലെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇത് ഒരു ലൈന് മാത്രമല്ല, ഇതുപോലെ തന്നെ തൊട്ടപ്പുറമുണ്ട് വേറൊരു മൈതാനം കേട്ടോ. ഇത് ആണുങ്ങൾക്കുള്ളതാണ്, പെണ്ണുങ്ങൾക്ക് വേറെ ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സംഘാടകരെ എന്തായാലും നമ്മൾ സമ്മതിക്കണം കേട്ടോ. അത്രയ്ക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അതുപോലെ നല്ല എന്താ പറയുക, ഒരു സൗഹൃദത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും വന്ന് നോമ്പ് തുറക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. നിങ്ങൾ നോമ്പ് കാലത്ത് തീർച്ചയായും ഇവിടെ ഒന്ന് ഒരിക്കലും നോമ്പ് തുറക്കണം കേട്ടോ. നമ്മളെ നോമ്പ് തുറക്ക് കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, അങ്ങനെ പള്ളീൻ്റെ അകത്ത് കയറി കേട്ടോ. അപ്പോൾ അകത്തിലെത്തി ചെറിയൊരു ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. പള്ളിയുടെ മനോഹരിത നിങ്ങൾ നോക്കിക്കോട്ടോ. വൈകിട്ടാകുമ്പോൾ ആൾക്കാരൊക്കെ നിസ്കരിക്കുന്നുണ്ട്. നല്ല രസമാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ. വൈകിട്ടായാൽ ഇത് നോമ്പ് തുറന്ന് മഗ്‌രിബിന് ശേഷമുള്ള സമയമാണ് കേട്ടോ. അതിൻ്റെ ഒരു കാണുന്നില്ല ആ ലൈറ്റും ഇവിടുത്തെ ഒരു ഭംഗിയൊക്കെ. അപ്പം നമ്മൾ അങ്ങനെ നോമ്പുറി എല്ലാം കഴിഞ്ഞു, നിസ്കാരം എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കല കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ പള്ളീൻ്റെ അകത്തായില്ല കേട്ടോ, ആണില്ലേ. അപ്പോൾ ഇന്നത്തെ ഞാൻ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു വലിയൊരു ഗ്രാൻഡ് നോമ്പുറയ്ക്ക് നിൽക്കുന്നത് കേട്ടോ, അതും പള്ളിയിൽ. പിന്നെന്താ ആരിസ് ഭായി, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ അനുഭവം ഗ്രാൻഡ് മോസ്കോയിൽ? അടിപൊളിയല്ലേ? നല്ല അനുഭവമായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.